പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഓഗസ്റ്റ് മാസം 6-ാം തീയതിയായി ഇന്ന് സഭ അത്യന്തം മഹത്വപൂർവ്വം ആചരിക്കുന്ന പെരുന്നാളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരത്തിൻ്റെ പെരുന്നാൾ. താബോർ മലമുകളിൽ പത്രോസും യാക്കോബും യോഹന്നാനും മുമ്പിൽ ക്രിസ്തുവിൻ്റെ ദൈവമഹത്വം വെളിപ്പെട്ടതായ ആ ദിവ്യ സംഭവം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിലുള്ള ശക്തമായ ഒരു വിളിയാണ്. ഈ പെരുന്നാൾ നമ്മെ ചില ആത്മീയ സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ ജീവിതം രൂപാന്തരപ്പെടുന്നു. ദൈവം തൻ്റെ ശിഷ്യന്മാരെ ഒരു ഉയർന്ന മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് അവർ അവിടുത്തെ മഹത്വം കണ്ടത്. താഴ്വരയിൽ അവർ അത്ഭുതങ്ങൾ കണ്ടിരുന്നു, എന്നാൽ മലമുകളിൽ അവർ ദൈവമഹത്വം കണ്ടു. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ദിവസേനയുള്ള തിരക്കുകളിലും പരീക്ഷണങ്ങളിലും മാത്രം ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നാം ക്രിസ്തുവിനോടടുത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളും ജീവിതവും മാറിത്തുടങ്ങും. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ആ പ്രകാശം ശിഷ്യന്മാരെ ഭയപ്പെടുത്താനല്ല, പ്രത്യാശ നൽകാനായിട്ടാണ്. ഇന്നും ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ നിരാശകളെ പ്രത്യാശയാക്കുന്നു, ഭയത്തെ ധൈര്യമാക്കുന്നു, പാപത്തെ വിശുദ്ധിയാക്കി മാറ്റും. വീണ്ടും ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം, മലമുകളിലെ അനുഭവം താഴ്വരയിലെ ജീവിതത്തിന് ശക്തി നൽകുന്നു എന്നാണ്. പത്രോസ് പറയുന്നു, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലത്. എന്നാൽ യേശു അവരെ അവിടെ സ്ഥിരമായി താമസിപ്പിച്ചില്ല. കാരണം മലമുകളിലെ അനുഭവം താഴ്വരയിലെ ദൗത്യത്തിനുള്ള ഒരുക്കമായിരുന്നു. നാമും ചിലപ്പോൾ ആത്മീയ അനുഭവങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് ഓടിപ്പോകാനല്ല വിളിക്കുന്നത്, ലോകത്തെ പ്രകാശിപ്പിക്കാനാണ്. പ്രാർത്ഥനയിൽ ലഭിക്കുന്ന ശക്തി കുടുംബ ജീവിതത്തിൽ പ്രകടമാകണം. വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്ന കൃപ നമ്മുടെ ജോലി സ്ഥലത്തും സമൂഹത്തിലും സ്നേഹമായും ക്ഷമയായും സേവനമായും പ്രതിഫലിക്കേണ്ടതുണ്ട്. യഥാർത്ഥ രൂപാന്തരം നമ്മുടെ സ്വഭാവത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലുമാണ് ഉണ്ടാകേണ്ടത്. മൂന്നാമതായി വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു, ദൈവപുത്രനെ കേൾക്കുന്നവരാണ് മഹത്വത്തിലേക്ക് വളരുന്നത്. രൂപാന്തരത്തിൻ്റെ വേളയിൽ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം മുഴക്കി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ നിങ്ങൾ കേൾപ്പിൻ. ഇന്നും ഈ ശബ്ദം നമ്മോട് സംസാരിക്കുന്നു. ലോകം അനേകം ശബ്ദങ്ങൾ ഉയർത്തുന്നു, എന്നാൽ ദൈവം പറയുന്നു, എൻ്റെ പുത്രനെ കേൾക്കുക. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നവൻ്റെ ജീവിതം ദിശയുള്ളതാകും. അവൻ്റെ തീരുമാനങ്ങൾ ദൈവഹിതത്തിലേക്കായിരിക്കും. പ്രതിസന്ധികളിലും അവൻ പ്രത്യാശ കൈവിടുകയില്ല. കാരണം മലമുകളിൽ മഹത്വം കണ്ടവൻ കുരിശിൻ്റെ വഴിയിലും പ്രത്യാശയോടെ നടക്കാൻ പഠിക്കുന്നു. രൂപാന്തരത്തിൻ്റെ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ മാത്രം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ജീവിതം തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു തീരുമാനമെടുക്കാം. ഓരോ ദിവസവും ക്രിസ്തുവിനോടൊപ്പം മലമുകളിൽ പ്രാർത്ഥന സമയം കണ്ടെത്താം. അവിടുത്തെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും കൊണ്ടുപോകാം. അവിടുത്തെ വചനം കേട്ട് ജീവിച്ച് ലോകത്തിന് പ്രത്യാശയുടെ സാക്ഷികളായി തീരുവാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, താബോർ മലയിൽ നിന്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിന്റെ പ്രകാശം നിറയണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസവും നിന്റെ മഹത്വത്തിലേക്ക് വളരുന്ന ഒരു ആത്മീയാത്രയായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.